ഹലോ ഓൾ. ഇന്ന് ഞാൻ എൻ്റെ കിച്ചൺ ടൂറ് കാണിക്കാൻ പോവാണ്. അപ്പം ഇതാണ് എൻ്റെ കിച്ചൺ. ഇതിൻ്റെ അകത്ത് കാണുന്ന മിക്ക സാധനങ്ങളും ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ വാൾ ഡെക്കോർ, അതുപോലെ മൈക്രോവേവിൻ്റെ മേലെ വെച്ച ക്രോഷേ, ഈ കേർട്ടൻ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം മിക്കതും ക്രോഷേ ഐറ്റംസ് കൊണ്ട് ഞാൻ ഫുൾ കവർ ചെയ്ത് വയ്ക്കും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഷെൽഫില്ലേ, ഒരുപാട് പാത്രം വെച്ചത്, അതൊക്കെ ഞാൻ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ചതാണ്. അപ്പം ഇത് എൻ്റെ കിച്ചണിന് പുറത്ത് പോകുമ്പം ഉള്ള ഭാഗമാണ്. ഈ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തതാണ്. ഇവിടെ ഈ കിച്ചണിൽ കാണുന്ന മിക്ക സാധനങ്ങളും റെഡിമെയ്ഡായിട്ടുള്ള പലതും ഞാൻ എന്താ പറയുക, പറഞ്ഞ് ഉണ്ടാക്കിച്ച സാധനങ്ങളാണ്. ഈ ഷെൽഫിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഓരോ സമയത്തും എൻ്റെ കിച്ചണിൻ്റെ സെറ്റിങ് മാറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഡിസൈൻ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെയാണോ ഞാനതിൻ്റെ ഡെക്കോർ ചെയ്ത് വെച്ചത് അത് മാറ്റും. സോ അത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ചടപ്പായിരിക്കും. ഒരേ സെറ്റിങ് തന്നെ എപ്പോഴും ഉണ്ടാകുമ്പം നമുക്ക് തന്നെ ഒരു മടുപ്പ് പിടിക്കും. അപ്പം ഞാൻ കുറച്ച് ദിവസം ഈ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് സമയം കിട്ടിയത്. അപ്പം ഞാൻ മാക്സിമം പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെക്കുമ്പം ഒരേപോലത്തെ പാത്രം വെക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. സോ ഇത് ഈ ഫ്ലവർ വേസ് കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്നിട്ട് വാങ്ങിയിട്ട് ഗോൾഡൻ പെയിൻറ്റ് ചെയ്തതാണ്. ഈ രാജസ്ഥാനികൾ വിൽക്കാൻ കൊണ്ടുവരില്ലേ, അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ പിന്നെ എന്നിട്ട് ഞാൻ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനത്തെ ഓരോന്ന് ഞാൻ വാങ്ങുമ്പം എന്നിട്ട് അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത പല ക്രോഷേ ഡിസൈൻസും ഇപ്പം നിങ്ങൾക്ക് ഈ കിച്ചണിൽ കാണാൻ പറ്റും. ഇതിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഞാൻ അവിടെ ഫിൽറ്ററിൻ്റെ അടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഒരു സമയത്ത് ഡ്രീം ക്യാച്ചേഴ്സ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും എനിക്ക് നിർബന്ധമായിട്ടുള്ളത് കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഒരു നാപ്കിനും അല്ലെങ്കിൽ ഇത് എന്താ ടിഷ്യൂ പേപ്പർ വേണം. കാരണം നമുക്ക് പോകുമ്പോൾ വരുമ്പോൾ ഒക്കെ ഒന്ന് കൈ തുടയ്ക്കാനും അങ്ങനെയൊക്കെ, അത് ഒട്ടും മെസ്സി ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഫൈബറില്ലേ, ഈ ഫൈബറിനെ കൊണ്ടുണ്ടാക്കിയ ഷെൽഫാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഈ ഡോറിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ വർക്ക് ഏരിയ ആണ്. അപ്പം എന്തെങ്കിലും വാഷ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാർഡായിട്ടുള്ള ചോർസൊക്കെ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ ഈ ഭരണിയൊക്കെ ഇവിടെ ഓരോ എക്സിബിഷൻ വരുമ്പോഴും അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഞാൻ വാങ്ങുന്നത്. ഞങ്ങൾ വീട്ടിൽ 3 ആളായതുകൊണ്ട് എല്ലാ സാധനങ്ങളും 3 സെറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ കാണുന്ന കപ്പും ഒക്കെ അങ്ങനെയാണ്. ഇത് കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ അടുക്കളയാണ്. അപ്പം എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ എന്നെ തമാശയാക്കിയിട്ട് പറയും, നിൻ്റെ അടുക്കളയിൽ ഒരു സാധനം പോലും കാലിയായിട്ടുണ്ടാവില്ല. അതായത് എന്താ, എല്ലാത്തിൻ്റെ മേലെയും ഞാൻ ക്രോഷേ ഇട്ട് വയ്ക്കും. അപ്പം ഞാൻ ഈ ബണ്ണിയൊക്കെ റീസെൻ്റായിട്ട് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലോൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആ ഗ്രീൻ മാറ്റ് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ചെയ്തത്. പിന്നെ ഞാൻ ആ കേർട്ടൻ ഉണ്ടാക്കി. നല്ല ഒരു പിൻട്രസ്റ്റി വൈബല്ലേ കേർട്ടൻ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം പിന്നെ ഒരു കോസ്റ്റർ സെറ്റ് ഞാൻ അവിടെ വെച്ച് കൊടുത്തു. അത് ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം പിന്നെ ഞാനിപ്പം കുറേ കാര്യങ്ങളൊക്കെ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സിലാണ്. ഇപ്പം പഞ്ചസാരയാണെങ്കിലും അങ്ങനത്തെ മസാല, പഞ്ചസാര, ഉപ്പ്, പിന്നെ അതല്ലാണ്ടുള്ള മസാല പൊടികളും സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പം ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാണ് വെക്കാറ്. ഇപ്പം നിങ്ങളൊരു ടെഡി ബെയറിനെ കണ്ടില്ലേ, ഒരു റോസ് കളറിലുള്ള, അതേപോലെ ഞാൻ കുറച്ച് മുന്നേ ഒരു ടർക്കിഷ് ചിക്കൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ആക്ച്വലി ആ ടർക്കിഷ് ഡിസൈൻ. പിന്നെ ഞാനിങ്ങനെ കുറേ മസാല സാധനങ്ങളൊക്കെ വേഗം കിട്ടാനുള്ള പാകത്തിന് ഞാൻ ഇങ്ങനത്തെ ഒരു ഷെൽഫിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തതാണെന്ന് തോന്നുന്നു. സോ അത്രയേ ഉള്ളൂ.